നിങ്ങളോട് സംസാരിക്കുന്നവർ വന്നായിരുന്നു അതിന് പറയാനും. ആ ആ ആ ആ ആ നിങ്ങളിൽ എത്ര ചോദിക്കും ഒരു സെന്റിന്? ആ അപ്പൊ അവരെന്ത് പറഞ്ഞു? ആ ആ എന്തോ ഇല്ലില്ല നമ്മളോട് വന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങള് പറഞ്ഞേ നമ്മള് നമുക്കും അരിയൊന്നും വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഏഹ് നിങ്ങൾ തന്നത് നമുക്കറിയാം. അതുപോലെ അവർക്കും അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചുമ്മാ കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റും. ആ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എന്തുവാ ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ വഴി നടക്കാം, അല്ലാതെ എഴുതിയൊന്നും തന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നിങ്ങൾക്ക് അറിയാലോ കാരണം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വളച്ചും വളച്ചൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ പിന്നെ കിഴക്കോട്ട് മാറ്റി തരാം, നിങ്ങൾ എന്നിട്ട് വഴിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. വഴിയല്ല നേരെ പോയി ആക്കണം, വഴി പോലെ ആക്കണം, എങ്ങനെ കിടക്കുന്ന അതുപോലെയാണോ അതുപോലെ ആക്കണം എന്ന് പറഞ്ഞു. ആ പിന്നെ വേറെ ആൾക്കാരുണ്ടോ വസ്തു വാങ്ങിക്കാനൊക്കെ ഉള്ളവർ? നമ്മൾ വസ്തു കൊടുത്താലേ വാങ്ങിക്കാനുള്ളവരൊക്കെ ഉണ്ടോ? അത് കൊറോണ കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ. ഇപ്പം സ്വർണത്തിനൊക്കെ നല്ല വിലയായിരുന്നു. കുറച്ചും കൂടെ കൂട്ടി ചോദിക്കായിരുന്നു നിങ്ങൾക്ക്. ആ ആ ആ ആ ആ ഏ ആ ആ ആ ആ അത് തന്നെ. ആ ആ ആ ആ ആ ആ ആ അപ്പൊ ഞാൻ പറഞ്ഞു ഈ വഴി കിഴക്കോട്ട് ഇങ്ങനെ ആക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇത് വന്നാലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ പിന്നെ വന്നിട്ടില്ല. നമ്മൾ മെമ്പർ ഉണ്ടല്ലോ, പഴയ മെമ്പർ, അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. ആ പിന്നെ ഇത് ഹരി എന്ന് പറയുന്ന ആള് പറഞ്ഞ വസ്തു വാങ്ങിക്കാൻ ആളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അയാൾക്കറിയാവോ അങ്ങനെ? ആ ആ ഞങ്ങളപ്പം സെന്റിന് ആ അങ്ങോട്ട് കിടക്കുന്ന ഉണ്ടല്ലോ പിന്നെ എന്തുവാ കളന്തി നടക്കുന്നത് അവിടോട്ടുള്ളത് ഞങ്ങൾ സെന്റിന് 3 കൊടുക്കത്തുള്ളൂ പറഞ്ഞു. ഇങ്ങോട്ടുള്ളത് 2.5 കൊടുക്കത്തുള്ളൂ പറഞ്ഞു സെന്റിന്, അല്ലാതെ കൊടുക്കത്തില്ല. ഇല്ലില്ല അത് നമുക്ക് കാരണം ഒരുപാട് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷത്തിന് അടുത്ത് വേണം, വേണ്ടായിരുന്നു. ഇത് നമ്മുടെ ദിവസത്തിന് വിലയില്ലയോ. ആ അതുകൊണ്ട് ഞാൻ അതായത് നിങ്ങൾ തമ്മിൽ 2 കുറച്ച് കൂടുതലേ ചോദിക്കാവൂ. ഒരു വലിയ ഏരിയ അങ്ങനെ ഏരിയ അതൊന്നും അല്ല, നമുക്ക് നമ്മുടെ ഇതിന് വില കിട്ടണമല്ലോ. ആ നിങ്ങൾ നോക്കാണെങ്കിലും ഒന്നിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിലേ കേട്ടോ, നമുക്ക് അവിടെ വരാൻ ഇവരോടൊക്കെ ബഹളം വയ്ക്കാം. അതുപോലെ വേറെ ആര് വന്നാലും അതിനൊന്നും ഒരു അവകാശമില്ല. നമ്മൾ എന്റെ കയ്യിൽ മാത്രമുള്ളത് ഇത് കേട്ടോ. ഒത്തിരി പേരുണ്ട്, എന്റെ ഒരു സിസ്റ്ററൊക്കെ ഉണ്ട്, അവർ വലിയ പള്ളിയാണ്. ഇപ്പം ഒരാൾ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടിരിക്കുക അവള് ഭയങ്കര ഇതാണ്, എനിക്ക് ഭയങ്കര ഭാരയാണ് കേട്ടോ. ആ അപ്പൊ അവിടെ